എല്ലാവർക്കും നമസ്കാരം. നമ്മളെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് ലോ ബഡ്ജറ്റ് 2 വീട് നോക്കുന്നവർക്കാണെങ്കിൽ നമുക്കിപ്പോൾ 2 വീട് നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബാഗിൽ കാണുന്ന ഈ വില്ലയ്ക്കകത്താണ് നമുക്ക് 2 വീട് സെയിലിന് വന്നിട്ടുള്ളത്. രണ്ടും നമുക്ക് 43 ലക്ഷം രൂപ ചോദിക്കുന്ന വീടാണ്. നമ്മുടെ വസ്തു വന്നിട്ട് 3 സെൻറ്റാണ്. സ്ക്വയർ ഫീറ്റ് വന്നിട്ട് 1200 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 3 വലിയ ബെഡ്റൂമോട് കൂടിയ 2 കാർ വരെ ഇടാൻ പറ്റിയ വീടുകളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ ബാഗിൽ കാണുന്ന ഈ വില്ലയ്ക്കത്താണ് നമുക്ക് വീട് വരുന്നത്. അപ്പോൾ നമ്മൾ നേരെ കാണുന്ന ഫ്രണ്ടിൽ കാണുന്ന വീടിൻ്റെ ഡീറ്റെയിലാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അതുപോലെ നമുക്ക് ഇവിടെയുള്ള ഏകദേശപ്പെട്ട ഒരു നില വീടുകളെല്ലാം നമുക്ക് സെയിലായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വലിയ കാർ വരുന്ന റോഡാണ് വരുന്നത്. നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാർ പോർച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ വീട് നിൽക്കുന്നത് പടിഞ്ഞാറ് ദർശനത്തിലാണ് വീട് നിൽക്കുന്നത്. വാസ്തുപ്രകാരമാണ് വീട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വീടിൻ്റെ ഡിസൈൻ വന്നിട്ട് ബോക്സ് ടൈപ്പ് ഡിസൈനാണ് വരുന്നത്. അതുപോലെ നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ വീട് നിൽക്കുന്ന പടിഞ്ഞാറ് ദർശനത്തിൽ വാസ്തുപ്രകാരമാണ് വീട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ വീട്ടിൽ കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷൻ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് കാർ പോർച്ചും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ വീടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു 2 നില വീട്, അത് നമുക്ക് സെയിലിനുള്ളതാണ്. അത് നമുക്ക് 43 ലക്ഷം രൂപ ചോദിക്കുന്നതാണ്. അത് 1100 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്, 3 സെൻറ്റിൽ. നമുക്ക് ഇവിടെ നിന്ന് തമ്പാനൂർ പോകാൻ വേണ്ടി 16 കിലോമീറ്ററാണ് വരുന്നത്. ഇവിടെ നിന്ന് എയർപോർട്ട് പോകാൻ വേണ്ടി 17 കിലോമീറ്ററാണ് വരുന്നത്. നമുക്കിവിടെ നേമം 6 കിലോമീറ്ററാണ് വരുന്നത്. നമുക്ക് വീട്ടിൽ കാറിടാൻ വേണ്ടി നമുക്ക് ഒരു വലിയ സ്ലൈഡിങ് ഗേറ്റും വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഫ്രണ്ടിൽ ഒരു നോർമൽ ഗേറ്റും വരുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ടിലെ വുഡ് വന്നിട്ട് നമുക്ക് പ്ലാവാണ്, അത് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വീട്ടിൻ്റെ 3 സൈഡും നമുക്ക് ടെയിലാണ്, നല്ല ഗ്രിപ്പുള്ള ടെയിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് വന്നിട്ട്. സിറ്റ് ഔട്ടിൽ 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് 4 സീലിംഗ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ വീട് നിൽക്കുന്ന കരഭൂമിയിലാണ് വീട് നിൽക്കുന്നത്. വെള്ളം കയറുന്ന പ്രശ്നങ്ങളോ ഒന്നും വരുന്നില്ല. നമ്മുടെ മെയിൻ റോഡ്, നമ്മുടെ ബസ് റൂട്ടിൽ നമുക്ക് 300 മീറ്റർ മാറിയാണ് നമുക്ക് വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഡോറൊക്കെ വന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ കൊത്തുവർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് മാറ്റ് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ലിവിംഗ് ഏരിയ അതുപോലെ നമുക്ക് ഡൈനിങ് സെക്ഷൻ നമുക്ക് സെപ്പറേറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് ലിവിംഗ് ഏരിയയിൽ നമുക്ക് വലിയ രീതിയിൽ തന്നെ 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇതിൽ പ്രൊഫൈൽ ലൈറ്റും ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ TV യൂണിറ്റ് വന്നിട്ട്. ഇതാണ് നമ്മുടെ TV യൂണിറ്റ്. നമുക്ക് വലിയൊരു TV ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു TV യൂണിറ്റാണ് വരുന്നത്. ഇതിൽ നമുക്ക് വലിയ രീതിയിൽ സ്റ്റോറേജും വരുന്നുണ്ട്. അതുപോലെ നമുക്കിവിടെ 4:2 ടെയിലാണ് വരുന്നത്. അതിൽ നമ്മുടെ അപ്പോസ് വർക്കും ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡൈനിങ് സെക്ഷൻ വന്നിട്ട്. നമുക്ക് വലിയൊരു ഡൈനിങ് സെക്ഷൻ വരുന്നുണ്ട്. ഇവിടെ ചെറിയ രീതിയിൽ 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ലിവിംഗ് ഏരിയ എന്ന് വരുന്നിടത്ത് നമുക്ക് കബോർഡ് തിരിച്ചാണ് നമുക്ക് ലിവിംഗ് ഏരിയ വരുന്നത്. നമുക്ക് ഡൈനിങ് സെക്ഷനിലോട്ട് വരുന്നിടത്ത് നമ്മുടെ ലിവിംഗ് ഏരിയയിൽ നമ്മൾ വലിയ രീതിയിൽ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഫ്ലവറും അതുപോലെ തന്നെ ഫോട്ടോ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റിയ ഒരു വലിയൊരു പോർഷനാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് ഇവിടെ 4 സീലിംഗ് നമുക്ക് നല്ല സ്റ്റാൻഡേർഡായിട്ട് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡൈനിങ് സെക്ഷനിൽ നമുക്ക് സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പോയിന്റ് വരുന്നത്. അതുപോലെ നമുക്ക് ഇവിടെയും വലിയ രീതിയിൽ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡൈനിങ് സെക്ഷനിൽ തന്നെയാണ് നമുക്ക് വാഷ് ബേസ് വരുന്നത്. വാഷ് ബേസൊക്കെ നമ്മൾ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് വാഷ് ബേസിൻ്റെ അടിയിലെ കബോർഡിൽ നമുക്ക് നല്ല സ്റ്റോറേജ് വരുന്നുണ്ട്. നമുക്ക് ഡൈനിങ് സെക്ഷനോട് ചേർന്ന് തന്നെ നമുക്ക് വലിയൊരു ഓപ്പൺ കിച്ചൺ വരുന്നുണ്ട്. അതിൽ നമുക്ക് നല്ല സ്റ്റോറേജ് വരുന്നുണ്ട്. അതുപോലെ നല്ല ഗ്രിപ്പുള്ള ടൈലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് അപ്പോസ് വർക്കും ചെയ്യാനുണ്ട്. നമ്മളെ കബോർഡിന് ഉപയോഗിക്കുന്ന നല്ല ഹൈ ക്വാളിറ്റി ബോർഡാണ് കബോർഡിന് ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ആക്സസറീസാണ് നമ്മുടെ കിച്ചണിൽ ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ കിച്ചണിൽ നിന്ന് ബാക്ക് സൈഡിൽ നമുക്ക് വർക്ക് ചെയ്തൊക്കെയുള്ള സ്പേസ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് നനകല്ലും നമുക്ക് ബാക്കിലാണ് വരുന്നത്. വാഷിംഗ് മെഷീൻ്റെ പോയിന്റും നമുക്ക് ഈ സൈഡിലാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ നനകല്ല് വന്നിട്ട് ഇതാണ്. നമ്മുടെ ലിവിംഗ് ഏരിയ എന്ന് പറയുന്നത് ഫസ്റ്റ് ബെഡ്റൂമാണ്. നമുക്ക് താഴെ ഒരു ബെഡ്റൂം, നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ഒരു ബെഡ്റൂം, സെക്കൻഡ് ഫ്ലോറിലാണ് 2 ബെഡ്റൂം വരുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വന്നിട്ട് വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇവിടെയും വലിയ രീതിയിൽ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയും 4 സീലിംഗ് നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ബെഡ്റൂം വന്നിട്ട് 10x12 നമ്മുടെ ബെഡ്റൂം സൈസ് വരുന്നത്. അതുപോലെ നമുക്ക് ഈ ബെഡ്റൂമിൽ AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാഷ്റൂമിൽ ഹീറ്റർ പോയിന്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബെഡ്റൂമിലെ കബോർഡൊക്കെ ചെയ്യുന്നത് നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി ബോർഡിലാണ് കബോർഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെ ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന എല്ലാം നമുക്ക് ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ് ഫിറ്റിംഗ്സിന് ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ടൈലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ അപ്പോസ് വർക്കും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡൈനിങ് സെക്ഷനിൽ നിന്നാണ് നമുക്ക് സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ വരുന്നിടത്ത് നമുക്ക് ചെറിയ രീതിയിൽ ഹാൻഡിൽ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയറിൽ നമ്മൾ ഹാൻഡിൽ വർക്ക് ചെയ്യുന്ന ഇരുമ്പിലാണ്. അത് നമുക്ക് വുഡിൻ്റെ ഡിസൈനിലാണ് പെയിൻറ്റിങ് കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയറിൻ്റെ മുകളിലായിട്ട് നമുക്ക് വലിയൊരു ഫാൻസി ലൈറ്റും ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലെ ഹാൾ വന്നിട്ട്. നമുക്ക് വലിയൊരു ഹാൾ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 2 ബെഡ്റൂമാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വന്നിട്ട്. ഇവിടെ നമുക്ക് മൊത്തം 3 ബെഡ്റൂമാണ് വരുന്നത്. 3 നമുക്ക് വലിയ ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് 4 സീലിംഗും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇവിടെ കബോർഡൊക്കെ വന്ന് നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കബോർഡാണ് വരുന്നത്. നമ്മുടെ ഈ ബെഡ്റൂം സൈസ് വന്നിട്ട് 10x10 നമ്മളെ ബെഡ്റൂം സൈസ് വരുന്നത്. ഇവിടെ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാഷ്റൂമിൽ ഹീറ്റർ പോയിന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് വലിയൊരു വാഷ്റൂമാണ് ഇവിടെയും വരുന്നത്. ഇവിടെയും ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന എല്ലാം നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ് ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്നത്.
ഇവിടെ നമുക്ക് വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ ഹാളിൽ നിന്ന് നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമാണ്. അതും നമുക്കൊരു വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്. അവിടെ നമുക്ക് വലിയ രീതിയിൽ തന്നെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് AC പോയിന്റ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഈ ബെഡ്റൂം സൈസ് വന്നിട്ട് നമുക്ക് 10x12 നമ്മളുടെ ബെഡ്റൂം സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇത് നമുക്ക് വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. നമ്മുടെ 3 ബെഡ്റൂമിലെ വാഷ്റൂം സെയിം മെത്തേഡിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ 3 ബെഡ്റൂമിൽ നമ്മുടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അലമാര 3 ബെഡ്റൂമിൽ നമുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മുടെ ഹാളിൽ നിന്ന് വരുന്നത് നമുക്ക് ബാൽക്കണിയാണ്. ഇതാണ് നമ്മുടെ ബാൽക്കണി വന്നിട്ട്. ബാൽക്കണിയൊക്കെ നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് ചെറിയ രീതിയിൽ ഫോർ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നല്ല ആംബിയൻസ് ആണ്. അതേപോലെ ഈ വില്ലയ്ക്കത്തുള്ള ഏകദേശപ്പെട്ട വീടെല്ലാം നമുക്ക് സെയിലായിട്ടുണ്ട്. എല്ലാത്തിലും ആൾതാമസവും ഉണ്ട്. നല്ല സൈലൻറ്റ് ഏരിയയാണ്. ബാൽക്കണിയിൽ വരുന്ന ഡോറ് നമുക്ക് പ്ലാവാണ്. ഇത് നമ്മുടെ താഴത്തെ സെയിം മെത്തേഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് മാറ്റ് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഹാളിൽ നിന്നാണ് നമ്മുടെ ടെറസിലോട്ട് പോകുന്ന സ്റ്റെയർ വരുന്നത്. അതുപോലെ നമ്മുടെ ടെറസിൽ നമുക്ക് വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 750 ലിറ്ററിൻ്റെ ടാങ്കാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ വീടിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും. ഈ വീട് നിൽക്കുന്ന നമുക്ക് 3 സെൻറ്റിൽ 1200 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 3 വലിയ ബെഡ്റൂം വരുന്നുണ്ട്. 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. നമുക്ക് ഈ വീട് നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് മലയൻകീഴ് കോവിലുള്ളിൽ നമുക്ക് വീട് വരുന്നത്. നമ്മുടെ മലയൻകീഴ് ജംഗ്ഷനിൽ നിന്ന് ഒരു 1.25 കിലോമീറ്ററും നമ്മുടെ ബസ് റൂട്ടിൽ നമ്മുടെ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 300 മീറ്റർ മാറിയാണ് ഈ വീട് നമുക്ക് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 43 ലക്ഷം രൂപയുടെ നമുക്ക് നെഗോഷ്യബിൾ ആണ്. 80% ഹോം ലോണും ചെയ്യാൻ പറ്റും. നമുക്ക് ഈ വീട് ചെയ്തിരിക്കുന്ന വാസ്തുപ്രകാരം നമ്മുടെ വീട് ചെയ്തിട്ടുള്ളത് നമുക്ക് പടിഞ്ഞാറ് ദർശനത്തിലാണ് വീട് വരുന്നത്. അതുപോലെ നമുക്ക് ഇത് ചെറിയൊരു വില്ലയാണ്. ഇവിടെയുള്ള ഏകദേശപ്പെട്ട വീടുകളിലെല്ലാം ആൾതാമസവും ഉണ്ട്. ഈ വീട്ടിൽ കാർ പോർച്ചും ചെയ്തിട്ടുണ്ട്. അതുപോലെ കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്. നമുക്ക് ലൈൻ കണക്ഷനും വരുന്നുണ്ട്. നമ്മുടെ ഈ വീട്ടിന്റെ ഫ്രണ്ടിൽ വുഡ് വന്നിട്ട് നമുക്ക് പ്ലാവാണ്. അത് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ വീട്ടിൽ വർക്ക് ഏരിയ നമുക്ക് ഇറക്കാനുള്ള സ്പേസും വരുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് തമ്പാനൂർ പോകാൻ വേണ്ടി 16 കിലോമീറ്റർ, നമുക്ക് എയർപോർട്ട് പോകാൻ 17 കിലോമീറ്റർ, നേമം പോകാൻ വേണ്ടി 6 കിലോമീറ്ററാണ് വരുന്നത്. നമ്മുടെ വേൾഡ് ഹൗസിൻ്റെ പുതിയ വില്ല പ്രോജക്റ്റ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോകൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കല്ല. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്ത എന്തായാലും പുതിയൊരു വില്ല പ്രോജക്റ്റ് ആയിട്ടാണ്. അതൊരിക്കലും എല്ലാവർക്കും ബൈ.